ഹരേ കൃഷ്ണ. സത്യം പരം ധീമഹി. ഒരിക്കൽ ഋഷീശ്വരന്മാരെല്ലാവരും കൂടി ബ്രഹ്മലോകത്തേക്ക് പോയി. കാരണം ഇതാണ്: കലിബാധ കൂടാതെ ഭഗവാനെ സേവിപ്പാൻ, ഭഗവാൻ ശ്രീഹരിയെ സേവിക്കാൻ യോഗ്യമായ സ്ഥലം ഏതാണെന്ന് ബ്രഹ്മദേവനോട് ഉപദേശം ചോദിക്കാനായിട്ടാണ് അവർ പോയത്. മുനിമാരുടെ ആവശ്യം മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ അവർക്ക് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ചക്രം കൊടുത്തു. എന്നിട്ട് ബ്രഹ്മദേവൻ പറഞ്ഞു, ഈ ചക്രം നിങ്ങൾ ഉരുട്ടിപ്പോവുക. എവിടെ വെച്ചാണോ ഈ ചക്രം പൊട്ടിപ്പൊടിഞ്ഞു പോകുന്നത് അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് വിഷ്ണു ഭജനം ചെയ്യാവുന്നതാണ്. അവിടെ ഒരിക്കലും കലി ബാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഋഷീശ്വരന്മാരെല്ലാവരും കൂടി ഈ ചക്രം ഉരുട്ടി പോകുന്ന സമയത്ത് ഒരു കാട്ടിലെത്തിയപ്പോൾ ഈ ചക്രം പൊട്ടിപ്പൊടിയുകയും, നേമി എന്ന വാക്കിന് അർത്ഥം ചക്രം എന്നാണ്. അപ്പോൾ നേമി ശിഥിലമായ സ്ഥലം, അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് നൈമിഷാരണ്യം എന്ന പേര് വന്നത്. ഈ കഥ പറയുന്നത് വായുപുരാണത്തിലാണ്. ഭാഗവതം പ്രഥമ സ്കന്ധത്തിൽ തന്നെ നൈമിഷാരണ്യത്തെക്കുറിച്ച് പറയുന്നു. ഭാഗവതം പ്രഥമ സ്കന്ധം സൂത ശൗനക സംവാദ രൂപത്തിലാണ് വരുന്നത്. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്ര സമമാസത. ഇതാണ് ഭാഗവതത്തിലെ ആ ശ്ലോകം. നമ്മുടെ പുരാണങ്ങളിലെ കഥകളെല്ലാം തന്നെ കെട്ടുകഥകളല്ല. കാരണം ഈ നൈമിഷാരണ്യം എന്ന പേരായ സ്ഥലം ഇപ്പോൾ ഉത്തർപ്രദേശിലെ സീതാപൂർ എന്ന സ്ഥലത്ത് ഉണ്ട്. മാത്രമല്ല അവിടെ ഒരു വലിയ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രവും നമുക്ക് കാണാൻ സാധിക്കും. ഹരേ കൃഷ്ണ. സത്യം പരം ധീമഹി.